കോമ്പണൻസ് ഓഫ് എഞ്ചിൻ്റെ അഞ്ചാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നോക്കുന്നത് പിസ്റ്റൺ പിന്നാണ്. ചിത്രത്തിൽ കാണാം, ഇതിനെയാണ് നമ്മൾ പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പിസ്റ്റൺ പിൻ എന്ന് നോക്കുകയാണെങ്കിൽ, പിസ്റ്റൺ പിൻ ഈസ് യൂസ്ഡ് ടു കണക്റ്റിംഗ് റോഡ് ടു പിസ്റ്റൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിൽ നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാം. ഫ്യൂവൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജി പ്രഷർ എനർജിയാണ്. ആ എനർജി പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു. അത് എന്ത് മൂവ്മെൻ്റ് ആണ്? ലീനിയർ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് സംഭവിക്കുന്നത് പിസ്റ്റന്. അതിന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണം, ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ പിസ്റ്റനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡാണ്. കണക്റ്റിംഗ് റോഡിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒരു ചെറിയ എൻഡും ഒരു വലിയ എൻഡും. വലിയ എൻഡ് വരുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലും ചെറിയ എൻഡ് വരുന്നത് പിസ്റ്റണിലുമാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണം. അതായത് പിസ്റ്റണും കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ വല്ല നെട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ അനുസരിച്ച് കണക്റ്റിംഗ് റോഡിന് എന്ത് ചെയ്യേണ്ടി വരും? ചെറുതായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ആവശ്യം വരും. അല്ലെങ്കിൽ ഫിക്സ് ആക്കി പോലെ വെക്കാൻ പറ്റില്ല, കാരണം അത് ചെറിയൊരു സ്ലൈഡിങ് മോഷൻ ആവശ്യമാണ് ഈ പിസ്റ്റണും കണക്റ്റിംഗ് റോഡും തമ്മിൽ. അപ്പോൾ ആ മോഷൻ കിട്ടണമെങ്കിൽ നമുക്ക് നട്ടോ ബോൾട്ടോ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മോഷൻ കിട്ടുന്ന രീതിയിൽ, അതായത് പിസ്റ്റണ് കണക്റ്റിംഗ് റോഡിന്റെ എൻഡിൽ കിടന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ രണ്ട് പാർട്ടുകളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ടാണ് പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത്. അതൊരു ഹോളോ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ട്യൂബ് പോലെയല്ല ഇരിക്കുന്നത്, ഒരു ട്യൂബുലർ ഷേപ്പ് എന്ന് പറയാം. വേണമെങ്കിൽ നമുക്കിത് ഫുൾ സിംഗിൾ പീസായിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ എന്താണ്, അപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും. വെയിറ്റ് കൂടുതൽ വരുമ്പോൾ എഞ്ചിൻ്റെ എഫിഷ്യൻസിക്കൊക്കെ കുറവ് വരും, കാരണം ആ വെയിറ്റ് കൂടി എഞ്ചിൻ എടുക്കണമല്ലോ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത് ഹോളോ ആക്കി വെച്ചു. ഉള്ളിൽ ആ തലമുറ ഈ തലവരെ ഒന്നും ഉണ്ടായിരിക്കില്ല, ഹോളോ ആണ്. ഈ തലയ്ക്ക് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്തെ സൈഡ് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേസ് ഹാർഡൻഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുക. ഇത് ഒരു സ്റ്റീലാണ്, ഈ കാണുന്നത് സ്റ്റീലാണ്, ഹാർഡൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫുൾ ഹാർഡൻ ചെയ്തിട്ടില്ല. പകരം എന്താണ്, ഈ സർഫസ് മൊത്തം എന്താണ്, കേസിങ് മാത്രമാണ് എന്തിരിക്കുന്നത് ഹാർഡൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് കിടന്ന് തിരിയാണല്ലോ പിസ്റ്റന്റെ ബോസിന്റെ ഉള്ളിൽ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിസ്റ്റൺ ബോസ് എന്ന് പറയുന്നത് എന്താണ്, പിസ്റ്റന്റെ ഉള്ളിലുള്ള ഒരു ഈ കാണുന്ന ഹോളിനെയാണ് പിസ്റ്റൺ ബോസ് എന്ന് പറയുന്നത്. ആ പിസ്റ്റൺ ബോസിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ പിസ്റ്റൺ പിന്നിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും, അറിയാമായിരിക്കുമല്ലോ, തേയ്മാനം സംഭവിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേസ് ഹാർഡനിങ് ചെയ്യുന്നത്. ഹാർഡൻ ചെയ്ത മെറ്റീരിയൽ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, തേഞ്ഞു പോവില്ല. ആ പ്രോസസ്സിനെ പറയുന്നത് ഒരു കേസ് ഹാർഡനിങ് എന്നാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കേസ് ഹാർഡനിങ് പ്രോസസ്സ് നടത്തിയ സ്റ്റീലിന്റെ ഒരു ട്യൂബുലാർ സെക്ഷനാണ് നമ്മൾ പിസ്റ്റൺ പിന്നായിട്ട് ഉപയോഗിക്കുക. അത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതിനെ ഗഡ്ജൻ പിൻ എന്ന് വിളിക്കുന്നുണ്ട്. പിസ്റ്റൺ പിന്റെ വേറൊരു പേരാണ് ഗഡ്ജൻ പിൻ. ഗഡ്ജൻ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ്, ഹോളോ സിലിണ്ടറിക്കൽ ഷേപ്പിനെ പറയുന്ന പേരാണ് ഗഡ്ജൻ. അതുകൊണ്ട് അതിനെ ഗഡ്ജൻ പിൻ എന്നും വിളിക്കുന്നു. പിസ്റ്റന്റെ അപ്പോൾ ഈ ബോർ, ഈ ഉള്ളിൽ കൂടി കാണുന്ന ഈ ഹോള് ചിലപ്പോൾ രണ്ട് രീതിയിൽ വരാറുണ്ട്. ചിലപ്പോൾ ടാപ്പർ ആയിട്ട് വരാറുണ്ട്, ചിലപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ടാപ്പർ, ഈ രണ്ട് എഡ്ജിലും ടാപ്പറായി കാണുന്നുണ്ട്. ചിലതിൽ തലമുറ ആ തല വരെ സ്ട്രൈറ്റ് ആണ്. അപ്പോൾ അതിനെ ടാപ്പർ ബോർ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ബോർ പിസ്റ്റൺ പിൻ എന്നാണ് വിളിക്കുന്നത്. അത്ര അറിയാനുള്ളൂ. പിന്നെ ഈ പിസ്റ്റൺ പിന്ന് പിസ്റ്റണിലും കണക്റ്റിംഗ് റോഡിലും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് നമ്മളിതിനെ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് മൂന്ന് പാർട്ടുകളാണ് ഉള്ളത്. പിസ്റ്റൺ ഉണ്ട്, കണക്റ്റിംഗ് റോഡ് ഉണ്ട്. ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പിസ്റ്റൺ പിൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഫുൾ ഫ്ലോട്ടിങ്, രണ്ടാമത്തത് സെമി ഫ്ലോട്ടിങ്, മൂന്നാമത്തെ സ്റ്റേഷനറി കണക്ഷൻ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഫുൾ ഫ്ലോട്ടിങ്. ഇതാണ് ആ ചിത്രം കാണുന്നത്. ഫുൾ ഫ്ലോട്ടിങ്ങിൽ നമുക്ക് എന്താ കാണാം? ഈ കാണുന്നത് കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡാണ് ഈ കാണുന്നത്. ഇതെല്ലാം പിസ്റ്റന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഇതാണ് പിസ്റ്റന്റെ ബോസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പിസ്റ്റൺ പിൻ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇത് മൂന്നും തമ്മിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അതായത് പിസ്റ്റൺ പിന്ന് ഒന്നിലും പെർമനന്റ് ആയിട്ട് ഫിക്സ് ആക്കിയിട്ടില്ല.
പകരം എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ പിസ്റ്റൺ പിന്നിൻ്റെയും പിസ്റ്റൺ പിന്ന് പിസ്റ്റൺ ബോസിലും കണക്റ്റിംഗ് റോഡിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് എന്ത് ചെയ്യാം, പിസ്റ്റണും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, കണക്റ്റിംഗ് റോഡിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, പിസ്റ്റൺ പിന്നിനും ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. എല്ലാം തമ്മിൽ റിലേറ്റീവ് മോഷൻ നടക്കും. ഒന്ന് തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, പെർമനന്റ് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പിസ്റ്റന്റെ ഉള്ളിൽ നിൽക്കുക? കാരണം ഇത് തമ്മിൽ എല്ലാം ഫ്രീ ആണ്, ഒന്നും കണക്ട് ആയിട്ടില്ലല്ലോ. ഈ പിസ്റ്റൺ പിന്നും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും. പിസ്റ്റൺ പിന്നും തമ്മിൽ മൂവ് ചെയ്യാൻ പറ്റും, കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ പിന്നും തമ്മിൽ മൂവ് ചെയ്യാൻ പറ്റും. എല്ലാം തമ്മിൽ പരസ്പരം മൂവിങ് ഉണ്ട്. അപ്പോൾ ഈ പിസ്റ്റൺ ഇവിടെ നിന്ന് ഊരിപ്പോവാം, കാരണം നമ്മൾ അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഊരിപ്പോവാനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഊരിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് എൻഡിലും സർക്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട്. സർക്ലിപ്പ് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് സർക്ലിപ്പ് എന്ന് പറയുന്നത്. സർക്ലിപ്പ് രണ്ട് രീതിയിൽ ഉണ്ടാവാറുണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. ഈ കാണുന്നത് ഒരു ഇന്റേണൽ സർക്ലിപ്പാണ്. ഇതിനുള്ള സ്ലോട്ട് കട്ട് ചെയ്തിരിക്കുന്നത് പിസ്റ്റൺ ബോസിലാണ്. കാരണം പിസ്റ്റന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊരു ടൂൾ ഉപയോഗിക്കും, സർക്കിൾ പ്ലെയർ ഉണ്ട്. സർക്കിൾ പ്ലെയർ ഉപയോഗിച്ച് ഈ രണ്ട് ഹോളുകളിലും ആ സർക്കിൾ പ്ലെയർ ഇൻസ്റ്റോൾ ചെയ്ത് അത് പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് ചെറുതാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ പിസ്റ്റൺ പിൻ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം ഈ സർക്കിൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഈ സർക്ലിപ്പിന് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കും. അതുപോലെ ഈ സൈഡിലും ഇറക്കി വെക്കും. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി ഇറങ്ങി വരാൻ പറ്റില്ല. രണ്ട് ഭാഗത്തുനിന്നും ഈ സർക്ലിപ്പ് എന്ത് ചെയ്തു, പിസ്റ്റൺ പിന്നെ സെന്ററിലാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇനി എല്ലാത്തിനും സെപ്പറേറ്റ് മൂവ് ചെയ്യാം, പക്ഷേ പിസ്റ്റൺ എന്ത് ചെയ്യാൻ പറ്റില്ല, പിസ്റ്റൺ പിന്നിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഫുൾ ഫ്ലോട്ടിംഗ് എന്ന് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എല്ലാത്തിനും പരസ്പരം എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിസ്റ്റൺ പിന്നും തമ്മിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ പിസ്റ്റൺ പിന്നിനും കണക്റ്റിംഗ് റോഡിനും തമ്മിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും തമ്മിൽ എന്തില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള കണക്ഷൻ വരുന്നില്ല. അതിനാണ് ഫുൾ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റൺ പിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, രണ്ട് സൈഡിലും സർക്ലിപ്പിൽ ഉപയോഗിച്ചിട്ടാണ്. അടുത്തതാണ് സെമി ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കാം. ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ, കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ പിന്നും തമ്മിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിസ്റ്റൺ പിൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്റ്റിംഗ് റോഡിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഒരു ലോക്ക് ബോൾട്ട്, അതിനെ ക്വാർട്ടർ പിൻ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പിസ്റ്റൺ പിന്ന് അതുപോലെ കണക്റ്റിംഗ് റോഡും ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിസ്റ്റൺ പിന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കണക്റ്റിംഗ് റോഡ് എന്ത് ചെയ്യണം, മൂവ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ പിസ്റ്റണും പിസ്റ്റൺ പിന്നും തമ്മിൽ എന്തില്ല, ജോയിന്റ് ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മളൊരു ബുഷ് ബെയറിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ബുഷ് ബെയറിംഗ് ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ബുഷ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു മെറ്റലിന്റെ ഒരു പീസാണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, തേയ്മാനം സംഭവിക്കില്ല, ചെറിയ ലൂബ്രിക്കേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ബുഷ് ബെയറിംഗ് ഇട്ട് വെച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ബെയറിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, സെമി ഫ്ലോട്ടിങ്ങിൽ കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡും പിസ്റ്റൺ പിന്നും തമ്മിൽ ഒരു ലോക്ക് ബോൾട്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ലോക്ക് ബോൾട്ട് അല്ലെങ്കിൽ ക്വാർട്ടർ പിൻ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ പിസ്റ്റൺ എന്ത് ചെയ്യാൻ പറ്റും, ഈ പിസ്റ്റൺ പിന്നിലൂടെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് സെമി ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ചിത്രം നിങ്ങൾ വരച്ചെടുക്കണം. ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ സാധനം ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും എന്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല, സർക്കിളിപ്പ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം പിസ്റ്റൺ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഈ കണക്റ്റിംഗ് റോഡാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പിസ്റ്റൺ എവിടെയും ഫിക്സ് ചെയ്തിട്ടില്ല, പകരം എന്താണ്, സർക്കിളിപ്പാണ് പിസ്റ്റനെ പിടിച്ചു നിർത്തുന്നത്. ഇവിടെ പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് പിസ്റ്റൺ ഊരി പോരില്ല. ഈ അടുത്ത് വരുന്നതിൽ പിസ്റ്റൺ പിൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് പിസ്റ്റണിലാണ്. പിസ്റ്റൺ ബോസിന്റെ ആ ബോറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്രൂ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഒരു ലോക്ക് ബോൾട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ സെറ്റ് ബോൾട്ട് എന്ന് പറയും. ആ സെറ്റ് ബോൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പിസ്റ്റണിലും പിസ്റ്റൺ പിന്നിലും കൂടി ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴൊക്കെ പിസ്റ്റൺ പിന്നും മൂവ് ചെയ്യണം. പകരം നമ്മൾ നേരത്തെ പറഞ്ഞ ബുഷ് ബെയറിംഗ് കൊടുത്തിരിക്കുന്നത് കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡിനും പിസ്റ്റൺ പിന്നിനും ഇടയിലാണ്. അപ്പോൾ പിസ്റ്റൺ പിന്നിനും കണക്റ്റിംഗ് റോഡിനും എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷെ പിസ്റ്റണും പിസ്റ്റൺ പിന്നും ഒരുമിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫുൾ ഫ്ലോട്ടിങ്ങിൽ സർക്ലിപ്പ് ഉപയോഗിച്ച് പിസ്റ്റൺ പിന്നിനെ പിസ്റ്റണിനുള്ളിൽ നിർത്തിയിരിക്കുന്നു. സെമി ഫ്ലോട്ടിങ്ങിൽ കണക്റ്റിംഗ് റോഡിലുള്ള ഒരു ലോക്ക് ബോൾട്ട് ഉപയോഗിച്ച് പിസ്റ്റൺ പിന്നിനെ പിസ്റ്റണിനുള്ളിൽ നിർത്തിയിരിക്കുകയാണ്. അവസാന സ്റ്റേഷനറിയിൽ പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ പിന്നിന്റെ ഇടയിൽ ഒരു ലോക്ക് ബോൾട്ട് കൊടുത്തിട്ട് പിസ്റ്റൺ പിന്നിനെ പിസ്റ്റന്റെ ഉള്ളിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ 3 ടൈപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ഈ നോട്ട് എഴുതിയെടുക്കുമ്പോൾ ഈ ചിത്രവും വരയ്ക്കണം. അതുപോലെ ഓരോ ഹെഡിങ് കൊടുത്തിട്ട് ഈ ചിത്രം വരയ്ക്കുക. ഇതുപോലെ ഒരു ചിത്രം വരയ്ക്കുന്നത് നല്ലതാണ്.
ഇതിൻ്റെ ചിത്രം ഒന്നും വരയ്ക്കണമെന്നില്ല, ഈ ചിത്രം വരയ്ക്കും. പക്ഷേ ഈ സെമി ഫ്ലോട്ടിങ്ങിൻ്റെ ഫുൾ ചിത്രം വരച്ചെടുക്കുക. അതുപോലെ സ്റ്റേഷനറിയുടെ ചിത്രവും വരച്ചെടുക്കുക. അടുത്ത കോമ്പണൻ്റ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എൻജിൻ്റെ പവർ പുറത്തേക്ക് കിട്ടുന്ന കോമ്പണൻ്റ് എന്ന് പറയും. നമുക്ക് എൻജിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ സിലിണ്ടറിനൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഉള്ളിൽ പവറൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് പവർ പുറത്തേക്ക് കിട്ടണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടുള്ള യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ യൂസ്ഫുൾ വർക്ക് ചെയ്യാനുള്ള പവർ പുറത്തേക്ക് കിട്ടുന്നത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് വഴിയാണ്. അപ്പോൾ എൻജിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത്, അതായത് പവർ ട്രെയിനിലെ എൻജിൻ്റെ ഉള്ളിലെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ വീല്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ട്രാൻസ്മിഷനായി. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് എന്താണ് ചെയ്യുന്നത്? ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റൊട്ടേഷണൽ മോഷൻ ആക്കുക എന്നുള്ളതാണ്. പിസ്റ്റൺ എന്താ ചെയ്യുന്നത്, മുകളിലേക്കും താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. പിസ്റ്റൺ കംപ്രസ് ചെയ്യും, അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യും, പിന്നെ എക്സോസ്റ്റ് ഇൻടേക്കും കഴിഞ്ഞാൽ വീണ്ടും കംപ്രസ് ചെയ്യുന്നു, പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നു. അപ്പോൾ പിസ്റ്റൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്കും താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ എന്ന് പറയുന്നത്. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പവർ കിട്ടില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഗിയറോ അല്ലെങ്കിൽ ബെൽറ്റോ ചെയിനോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ പവറിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പം, അതായത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഏറ്റവും എളുപ്പം റൊട്ടേഷണലായിട്ടാണ്, റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടല്ല. അപ്പോൾ എൻജിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ് പിസ്റ്റണിൽ. അതിനെ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലേക്ക് മാറ്റാനുള്ള എക്യുപ്മെൻ്റ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിൽ അപ്പോൾ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കോമ്പണൻസ് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ക്രാങ്ക് ഷാഫ്റ്റിൽ അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ, ആദ്യം കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് അറ്റാച്ച് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലാണ്. അതുപോലെ ടൈം മെക്കാനിക്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഫ്ലൈ വീൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, പുള്ളി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല ഐറ്റംസും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണൊരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. അത്യാവശ്യം ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് രണ്ട് എൻഡ് ഉണ്ട്, ഈ ഒരു എൻഡും ഉണ്ട്, ഇവിടെ എൻഡ് ഉണ്ട്. ഇടത് ഭാഗത്ത് ഫ്ലൈ വീൽ എൻഡ്, മറ്റേ ഭാഗത്ത് ഫ്രണ്ട് എൻഡ് എന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട് എൻഡ് വലത് ഭാഗത്തുള്ളത് ഫ്രണ്ട് എൻഡും ഇടത് ഭാഗത്തുള്ളത് ബാക്ക് എൻഡ് എന്നും പറയാം. ഫ്രണ്ട് എൻഡിൽ കണക്ട് ചെയ്യുക നമ്മൾ സാധാരണ എഞ്ചിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് എൻഡാണ് കേട്ടോ. നമ്മൾ എഞ്ചിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഫ്രണ്ട് ആയിട്ട് തന്നെ എടുത്താൽ മതി. ബാക്കിലായിട്ട് നമ്മൾ ഫ്ലൈ വീൽ കണക്ട് ചെയ്യും. അപ്പോൾ ഫ്ലൈ വീൽ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എഞ്ചിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കോമ്പണൻസ് എന്തൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ഫ്ലൈ വീൽ എൻഡ് ഉണ്ട്. ഫ്ലൈ വീൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഞ്ച് വെക്കാറുണ്ട്. ത്രസ്റ്റ് ബെയറിങ് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിൻ ബെയറിങ്ങിൻ്റെ ജേണൽ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് വരും, ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻ ബെയറിങ്ങുകൾ ഇരിക്കുന്നതാണ്. ഈ സെൻറ്ററിലൂടെ കാണുന്നതെല്ലാം മെയിൻ ബെയറിംഗ് ജേണൽസ് ആണ്. ഇവിടെയാണ് മെയിൻ ബെയറിങ്സ് വരുന്നത്. ഈ മുകളിലും താഴെയായിട്ട് 1, 2, 3, 4 ഈ 4 കാണുന്നത് ഈ ഓഫ് സെൻറ്ററായി കാണുന്നത്. സെൻറ്റർ ലൈൻ അങ്ങനെ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ഒരു സെൻറ്റർ ലൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതാണ് അതിൽ കൂടെ കടന്നു പോകുന്ന ഈ 1, 2, 3, 4, 5 ഈ ഭാഗങ്ങളൊക്കെയാണ് എന്ത്, മെയിൻ ബെയറിംഗ് ജേണൽസ് എന്ന് പറയുന്നത്. ഈ സെൻറ്ററിൽ നിന്ന് മാറിയിരിക്കുന്നത് ഇവിടെ ഒന്നിരിക്കുന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. സെൻറ്ററിൽ നിന്നും മാറിയിരിക്കുന്ന ഓഫ് സെൻറ്ററായി ഇരിക്കുന്ന ആ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് പിൻ, അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് ജേണൽ എന്ന് വിളിക്കാറുണ്ട്. ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. പിന്നെ ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്. സൈഡിലേക്ക് വരുന്ന ലോഡിനെ താങ്ങാൻ വേണ്ടി ത്രസ്റ്റ് ബെയറിംഗിന് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഹോളുകൾ കാണാം, ഈ ഡോട്ടഡ് ലൈൻസ് കാണുന്നതെല്ലാം ഡ്രിൽഡ് ഹോളുകളാണ്. ഈ ഡ്രിൽഡ് ഹോൾ എന്ത് ചെയ്യാനാണ്, ഓയിൽ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൗണ്ടർ വെയിറ്റുകളുണ്ട്. ഇവിടെ 1, 2, 3, 4 ഇത് ഓരോന്ന് എന്തിനാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് ഫ്ലൈ വീലിൻ്റെ ഫ്ലാഞ്ച് വരും. ഫ്ലൈ വീൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്. അതായത് സൈഡിലേക്ക് വരുന്ന ലോഡുകളെല്ലാം തടയാൻ വേണ്ടി ത്രസ്റ്റ് ബെയറിങ്സ് ഉണ്ട്. ഇവിടെ മെയിൻ ബെയറിങ്ങിൻ്റെ ജേണൽ വരുന്നു, ക്രാങ്ക് പിന്ന് വരുന്നു. ഈ ഭാഗത്തെ ക്രാങ്ക് വെബ് എന്നാണ് പറയുക. അതായത് ഈ മെയിൻ ബെയറിംഗ് ജേണലിനെയും ക്രാങ്ക് പിന്നിനെയും കണക്ട് ചെയ്യുന്ന ഈ പീസിനെ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് വെബ് എന്ന് പറയുന്നത്.
പിന്നെ ഇവിടെ നമുക്കായിട്ട് കൗണ്ടർ വെയിറ്റ് വരുന്നുണ്ട്, ഡ്രിൽഡ് ഹോളുകൾ വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് എല്ലാ ബെയറിംഗ് ജേർണലുകളിലേക്കും, ഇതൊരു ജേർണൽ മെയിൻ ബെയറിംഗ് ജേർണലിലേക്കും അല്ലെങ്കിൽ ക്രാങ്ക് പിന്ന് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് ജേർണലിലേക്കും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഡ്രിൽഡ് ഹോളുകളുണ്ട്, ഓയിൽ ഹോളുകളെന്ന്. അപ്പോൾ ആ ഹോൾ പുറത്തേക്ക് വരാൻ, ഈ ഡ്രിൽഡ് ഹോളുകളിൽ നിന്നും ഓയിലിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് ഓയിൽ ഹോളുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞു? മെയിൻ ബെയറിംഗ് ജേർണലുണ്ട്, ക്രാങ്ക് പിന്നുകളുണ്ട്, ക്രാങ്ക് വെബ് ഉണ്ട്, ഈ രണ്ട് പീസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രാങ്ക് വെബുകളുണ്ട്, കൗണ്ടർ വെയിറ്റുകളുണ്ട്. എവിടെ ആയിട്ട് കാണാം, ഇതൊക്കെ കൗണ്ടർ വെയിറ്റുകളാണ്. നോക്കിയാൽ മതി, ഈ വെബിൽ നിന്നും തള്ളി നിൽക്കുന്നതിനാണ് വെയിറ്റുകൾ എന്ന് പറയുന്നത്, കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. ഓയിൽ ഹോളുകളുണ്ട്, ടൈം മെക്കാനിക്സിന് വേണ്ടിയിട്ടുള്ള ഭാഗമുണ്ട്, ഫ്ലൈ വീലിന് വേണ്ടിയിട്ടുള്ള ഫ്ലാഞ്ചുകളുണ്ട്. ഇതൊക്കെയാണ് ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഫ്ലൈ വീലിന്റെ ഫ്ലാഞ്ച് എന്തിനായിരിക്കും? ഫ്ലൈ വീൽ പിടിപ്പിക്കാനാണ്. അപ്പോൾ അത് ഫ്ലൈ വീൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ബാക്ക് സൈഡിലാണ് വരിക. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ബോൾട്ടുകൾ ഉപയോഗിച്ചിട്ട് ഫ്ലൈ വീല് കണക്ട് ചെയ്യും. പിന്നെ വരുന്നതാണ് മെയിൻ ബെയറിംഗ് ജേർണൽ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ മെയിൻ ബെയറിങ്സ് വരിക. ആ മെയിൻ ബെയറിങ്സ് വരുന്നത് ക്രാങ്ക് കേസിലാണ്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ എഞ്ചിനിലേക്ക് പിടിപ്പിക്കുന്നത് ക്രാങ്ക് കേസിലുള്ള ബെയറിങ്ങുകളിലേക്കാണ്. അപ്പോൾ ക്രാങ്ക് കേസിന്റെ ആ ബെയറിങ്ങുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മളൊരു ക്യാപ്പ് വെച്ച് എന്ത് ചെയ്യും? ക്രാങ്ക് കേസിന്റെ ബെയറിങ്സ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ബെയറിംഗ് ആണ്. അപ്പോൾ ഒരു ഭാഗം എന്ത് ചെയ്യാം? ആദ്യം അതിനകത്ത് വെച്ചതിന് ശേഷം പുറത്തുനിന്ന് വേറൊരു പീസ് വെച്ച് അടയ്ക്കുകയാണ് നമ്മൾ ചെയ്യാം. അതിനെക്കുറിച്ച് നമുക്ക് കഴിക്കും മനസ്സിലാവും. അപ്പോൾ ഈ ഭാഗം മെയിൻ ബെയറിംഗ് ജേർണലിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്രാങ്ക് കേസിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. ക്രാങ്ക് പിന്നിലാണ് എന്ത് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ കണക്റ്റിംഗ് റോഡിന്റെ ബിഗ് എൻഡ് കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് പിന്നിലാണ്. ഇവിടെ കണക്റ്റിംഗ് റോഡ് രണ്ട് പീസ് ഉണ്ടെന്ന് പറഞ്ഞു. കണക്റ്റിംഗ് റോഡിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയതായിരിക്കും, അത് പിസ്റ്റണിലേക്ക് കണക്ട് ചെയ്യും. അതിന്റെ വലിയ ഭാഗം എന്ന് പറയുന്നത് ക്രാങ്ക് പിന്നിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സെന്റർ ലൈൻ വരയ്ക്കുക, അതുപോലെ ഈ ക്രാങ്ക് പിന്നിൽ ഒരു സെന്റർ ലൈൻ വരയ്ക്കുക. അതായത് ഈ ബെയറിംഗിന്റെ സെന്റർ ലൈൻ വരയ്ക്കുക, ക്രാങ്ക് പിന്നിന്റെ ഒരു സെന്റർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റർ ലൈൻ ഇങ്ങനെ പോയി വേറൊരു സെന്റർ ലൈൻ ഇങ്ങനെയും വരികയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ക്രാങ്ക് ത്രോ എന്ന് പറയുന്നത്. ഇനി ഈ കാണുന്നുണ്ടല്ലോ, ഈ ഹോളുകളൊക്കെ കാണും, ഇതൊക്കെ ഹോളുകളാണ്, ഈ ഡ്രിൽ ചെയ്തിരിക്കുന്ന ഹോളുകളാണ് ഇതൊക്കെ ഡ്രിൽ ചെയ്തിരിക്കുന്നത് ഈ എല്ലാ ബെയറിങ്ങുകളിലേക്കും. ഇവിടെ മെയിൻ ബെയറിംഗ് ആണെങ്കിലും ക്രാങ്ക് പിൻ ആണെങ്കിലും ഒക്കെ അവിടെ ബെയറിങ്സ് വരുന്നുണ്ട്. ആ ബെയറിങ്ങിനെല്ലാം കൃത്യമായ ലൂബ്രിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ആ പാർട്ടെല്ലാം ഡാമേജ് ആകും. അപ്പോൾ ആ ഓയിൽ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ ഡ്രിൽഡ് ഹോളുകൾ കൊടുത്തിരിക്കുന്നത്. ആ ഹോളുകളിലേക്ക് ഓയിൽ കയറുക, ഈ മെയിൻ ബെയറിങ്ങിന്റെ ഒരു ഹോളുകൾ ഉണ്ടായിരിക്കും. ആ ഹോളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഉള്ളിലേക്ക് ഓയിൽ കയറുക. അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്കും എല്ലാ ബെയറിങ്ങിലേക്കും എത്തിക്കോളും. അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തും കൊടുക്കാറുണ്ട്, ചില ഭാഗത്താകുമ്പോൾ ഇവിടെ കൊടുക്കാറുണ്ട്. എങ്കിലും സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ബെയറിങ്ങിലാണ് എന്ത് ചെയ്യാറ്? ഓയിൽ ഇൻലെറ്റ് കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ എൻജിൻ കണ്ടിന്യൂസ് ആയിട്ട് റെസിപ്രോക്കേറ്റീവ് മോഷനിലാണ്. പിസ്റ്റൺ മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ ഫോഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എൻജിൻ എന്ത് ചെയ്യാം? വൈബ്രേഷൻ അല്ലെങ്കിൽ ബാലൻസിങ് ഒന്നും കൃത്യമായിരിക്കില്ല. കാരണം പിസ്റ്റൺ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്കും താഴത്തേക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻജിനും അതിനനുസരിച്ച് കൂടെ തന്നെ ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന്റെ മലയാളം എന്താ പറയുന്നത് ഞാൻ മറന്നുപോയി. ആ ഇനേർഷ്യ കാരണം പിസ്റ്റണിന്റെ മൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ തോന്നും? എൻജിനും കൂടെ മൂവ് ചെയ്യാൻ തോന്നും. അപ്പോൾ എൻജിന്റെ വൈബ്രേഷൻ കൂടി വരും, എൻജിന്റെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഡാമേജ് വരാം. അങ്ങനെ പല പ്രശ്നങ്ങൾ വരാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എൻജിന്റെ ആ മൂവ്മെന്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്റ്റന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുക? കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റൺ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ വെയിറ്റ് താഴത്തേക്ക് ഇറങ്ങി വരികയായിരിക്കും. അപ്പോൾ എന്താ? ഈ പിസ്റ്റന്റെ വെയിറ്റിന് കൗണ്ടർ ആയിട്ട് നമ്മളൊരു വെയിറ്റ് ക്രാങ്ക് ഷാഫ്റ്റിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. പിസ്റ്റൺ ഇപ്പോൾ മുകളിലേക്കാണ് പോകുന്നത് അല്ലേ, ഇവിടെ അല്ലേ പിസ്റ്റന്റെ കണക്ടറോട് വരുന്നത്. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ വെയിറ്റ് താഴത്തേക്ക് വന്നു. ഈ പിസ്റ്റൺ താഴത്തേക്ക് വരുമ്പോൾ ഈ കൗണ്ടർ വെയിറ്റ് മുകളിലേക്ക് വരും. അതിനെയാണ് നമ്മൾ കൗണ്ടർ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പിസ്റ്റന്റെ വെയിറ്റിനെ കൗണ്ടർ ചെയ്യുക. അപ്പോൾ എന്തായി? ആ വെയിറ്റ് കൊണ്ടുണ്ടാവുന്ന ഇംബാലൻസ് ഇല്ലാതാവുകയും എൻജിൻ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ എത്തുകയും ചെയ്യും.
പിസ്റ്റൺ അല്ലെങ്കിൽ എഞ്ചിനെ ബാലൻസ് ചെയ്യാനാണ് കൗണ്ടർ വെയിറ്റ് ഉപയോഗിക്കുന്നത്. അത്രയും മാത്രമാണ് നമുക്ക് അറിയേണ്ട ഒരു ആവശ്യമുള്ളൂ. എഞ്ചിനെ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത്. എഞ്ചിൻ ബാലൻസിംഗ് ഒക്കെ വളരെ വലിയൊരു പോർഷനാണ്. അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല എന്നുള്ളൂ. എഞ്ചിന്റെ ഫ്രണ്ട്, അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ടൈമിംഗ് ഗിയർ വരുന്നുണ്ട്, വൈബ്രേഷൻ ഡാമ്പർ എന്ന് പറയുന്ന ഒരു ഐറ്റം വരുന്നുണ്ട്, എഞ്ചിൻ പുള്ളിയിൽ എന്തൊക്കെ വരിക? ഒന്ന് പമ്പിന്റെ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിന്റെ അല്ലെങ്കിൽ ഫാൻ ഒക്കെ വരുന്ന ഒരു പുള്ളിയും ഇവിടെ വരും. അപ്പൊ എഞ്ചിന്റെ ഫ്രണ്ടിൽ വരുന്ന ഇതൊക്കെയാണ്. എന്തൊക്കെ? ടൈമിംഗ് ഗിയർ അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റ്, അല്ലെങ്കിൽ ടൈമിംഗ് ബെൽറ്റിന്റെ സ്പ്രോക്കറ്റ് അല്ലെങ്കിൽ ടൈമിംഗ് പുള്ളി എന്തുവേണമെങ്കിലും വരാം. പിന്നെ വരുന്നത് വൈബ്രേഷൻ ഡാമ്പർ, എഞ്ചിന്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള വേറൊരു സംഭവമാണ്. അത് നമുക്ക് നോക്കാനുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതലായി ഇപ്പോൾ പറയുന്നില്ല. പിന്നെ എഞ്ചിന്റെ പുള്ളി വരുന്നുണ്ട്. എന്തിനാണ്? പമ്പ്, ആൾട്ടർനേറ്റർ, കൂളിംഗ് ഫാൻ ഒക്കെ വർക്കിക്കാനുള്ള പുള്ളി. ബാക്ക് സൈഡിൽ വരുന്നത് ഫ്ലൈ വീലാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നോട്ടായി എഴുതിയിരിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് പിസ്റ്റനെ റൊട്ടേഷണൽ മോഷൻ ആക്കുക. നമുക്ക് പുറത്തേക്ക് കിട്ടേണ്ടത് റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റൊട്ടേഷണൽ മോഷനായി പുറത്തേക്ക് വരാനാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്. പ്രധാനപ്പെട്ട പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ നോട്ടുകളെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വരുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ടൈപ്പ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ക്രാങ്ക് ഷാഫ്റ്റുകൾ ഉണ്ട്. ഒന്ന് ബിൽറ്റ് അപ്പ് ക്രാങ്ക് ഷാഫ്റ്റ് എന്നും രണ്ടാമത്തെ 1 പീസ് ക്രാങ്ക് ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. ആദ്യം 1 പീസ് ക്രാങ്ക് ഷാഫ്റ്റ് പറയാം. 1 പീസ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് സാധാരണയായിട്ട് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ആ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 പീസ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് സിംഗിൾ പീസ് ആയിട്ടാണ് ഉണ്ടാക്കുക. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്മാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. ഇതെല്ലാം ഒറ്റ കാസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാനില്ല, ഇതൊന്നും ഊരി മാറ്റാനൊന്നും പറ്റില്ല. ഈ 2 പീസുകളൊന്നും ഊരി മാറ്റാൻ പറ്റില്ല. ഇതെല്ലാം സിംഗിൾ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ജോയിന്റും ഉണ്ടായിരിക്കില്ല ഇത് തമ്മിൽ. എല്ലാം ഒരൊറ്റ സിംഗിൾ കാസ്റ്റിംഗ് ആയിരിക്കും വരിക. സാധാരണ എല്ലാ വാഹനങ്ങളിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബിൽറ്റ് അപ്പ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് പിന്നും വെബും മെയിൻ ജേർണലും ഒക്കെ തമ്മിൽ എന്തുണ്ടായിരിക്കില്ല? കണക്ഷൻ ഉണ്ടായിരിക്കില്ല. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക. സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ടോ, ബോൾട്ടുകൾ കാണുന്നുണ്ടല്ലോ, ഈ വെബും ഈ ക്രാങ്ക് പിന്നും തമ്മിൽ ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ ബോൾട്ടുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ നമുക്ക് പല പീസുകളാക്കിയിട്ട് അഴിച്ചെടുക്കാം. 1 പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അഴിച്ചു മാറ്റാനൊന്നും പറ്റില്ല. ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സെപ്പറേറ്റ് പീസുകളാക്കി ഉണ്ടാക്കിയിട്ട് നമ്മൾ ബോൾട്ട് ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക. ഇവിടെ കണ്ട കൗണ്ടർ വെയിറ്റ് ഊരി മാറ്റാവുന്ന കൗണ്ടർ വെയിറ്റ് ഉണ്ട്. ഇവിടെ ക്രാങ്ക് പിൻ ഊരി മാറ്റാവുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിൽറ്റ് അപ്പ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ബിൽറ്റ് അപ്പ് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് പീസുകളായിട്ടാണ്. ആ പീസുകളെ എന്ത് ചെയ്യും? ബോൾട്ട് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാണ് ചെയ്യുക. 1 പീസ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് സിംഗിൾ പീസ് ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അത്രേ ഉള്ളൂ പറയാൻ. വേറെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കുന്നത് ഡ്രോപ്പ് ഫോർജിങ് അല്ലെങ്കിൽ ഷെൽ മോൾഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ്. ഫോർജിങ് അല്ലെങ്കിൽ മോൾഡിംഗ് പ്രോസസ്സ്. മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഇരുമ്പ് ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് മോൾഡിംഗ് പ്രോസസ്സ്, അല്ലെങ്കിൽ അതിനെ കാസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അടിച്ച് പരത്തി, അതായത് ഇരുമ്പിനെ ചൂടാക്കിയിട്ട് ആ ഒരു ഷേപ്പിലേക്ക് അടിച്ച് പരത്തി ഉണ്ടാക്കുന്നതിനാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയാം. അപ്പോൾ ആ 2 വാക്കുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാക്കുന്നത് ഡ്രോപ്പ് ഫോർജിങ് അല്ലെങ്കിൽ ഷെൽ മോൾഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് SAE സ്റ്റീൽ 1045 എന്ന് പറയും. അതിനകത്ത് എന്താണ് 0.6 മുതൽ 0.9% മാംഗനീസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കാർബണിന്റെയും ഇരുമ്പിന്റെയും അയണിന്റെയും കാർബണിന്റെയും അലോയെ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ എന്ന് പറയാം. ഒരു 0.5 മുതൽ 2% വരെയൊക്കെ അയൺ അല്ല കാർബൺ ഉണ്ടായിരിക്കും. അയണിൽ മെയിൻ കോമ്പണന്റ് എപ്പോഴും അയൺ ആണ്. അയണും കാർബണും ചേരുമ്പോഴാണ് സ്റ്റീൽ ഉണ്ടാവുക. അതിന്റെ കൂടെ ഒരു 0.6 മുതൽ 0.9% മാംഗനീസും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് SAE സ്റ്റീൽ 1045 എന്ന് പറയുന്നത്. വേറെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന SAE സ്റ്റീൽ 3140 ഉണ്ട്. അതിലെന്താ ചെയ്യുക? ഇതേപോലെ സ്റ്റീൽ കാർബണിന്റെയും അയണിന്റെയും അലോയുടെ കൂടെ 1.1 to 1.4 നിക്കൽ, 0.5 to 0.75 ക്രോമിയം, 0.7 to 0.9 മാംഗനീസ്, ഈ 3 മെറ്റീരിയലും കൂടി ആ അലോയിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് SAE സ്റ്റീൽ 3140 എന്ന് പറയുന്നത്. പിന്നെ ക്രോം വനേഡിയം സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റീലിന്റെ കൂടെ ക്രോമിയവും വനേഡിയവും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ക്രോം വനേഡിയം സ്റ്റീൽ എന്ന് പറയുന്നത്. പിന്നെ ഉപയോഗിക്കുന്നതാണ് ക്രോം മോളിബ്ഡിനം സ്റ്റീൽ.
ഇതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ സ്റ്റീലിൻ്റെ കൂടെ ക്രോമിയോ മോളിബ്ഡിനവും ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ക്രോം മോളിബ്ഡിനം സ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് എപ്പോഴും നമ്മൾ കിടത്തി വെക്കില്ല. കാരണം എന്ത് ചെയ്യും, അതിന് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെരിച്ച് വെക്കില്ല, നമ്മൾ കുത്തനെയാണ് നിർത്തുക. കുത്തനെ വെക്കുമ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ എല്ലാ ഭാഗവും നിലത്ത് മുട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, ചില ഭാഗങ്ങളൊക്കെ വളയാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ക്രാങ്ക് ഷാഫ്റ്റ് കുത്തനെയാണ് വെക്കുക. അതിനെ വാർപ്പിംഗ് എന്നാണ് പറയുക. കാരണം വളയുന്നതിനെ ഇങ്ങനെ ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വളഞ്ഞു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ വാർപ്പിംഗ് എന്ന് പറയും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്രാങ്ക് ഷാഫ്റ്റ് എപ്പോഴും കുത്തനെയാണ് നിർത്തുന്നത്. ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.